എന്റെ അച്ഛനും അമ്മയും ശേഷിച്ച കാലം കൂടി ഈ വീട്ടിൽ വന്ന് താമസിക്കണം. അതിനവർക്ക് മനസ്സുണ്ടാവണം. സ്വന്തം മകനായ മാധവനും മരുമകളായ ചന്ദ്രികയും ഇനി എന്നും അച്ഛമ്മ ജീവിച്ചു മരിച്ച ഈ വീട്ടിൽ തന്നെ വേണം. അതിനുള്ള മനസ്സ് അവർക്കുണ്ടാവണേ അച്ഛമ്മ. അവരുടെ മനസ്സിലെ കുടികൊണ്ട് അങ്ങനൊരു ആഗ്രഹം വരുത്തണേ ദേവി. അച്ഛനും അമ്മയും ഈ വീട്ടിൽ തിരികെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ എന്റെ മനസ്സിലൊരു വഴി തെളിയുന്നുണ്ട്. അതെന്താ ചേച്ചി? വീട് വിട്ടുപോയ നമ്മുടെ അച്ഛൻ സ്വന്തമായിട്ട് കുറച്ച് വസ്തു വാങ്ങി അതിലാണിപ്പോ വർക്ക്ഷോപ്പ് നടത്തുന്നത്. നമ്മള് മക്കളൊക്കെ പല പല തിരക്കായതുകൊണ്ട് നമ്മൾ ആരും ഒട്ടി ഇതറിഞ്ഞതുമില്ല. അവിടെ ചെന്ന് വർക്ക്ഷോപ്പ് പണിയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് വരാൻ നിർബന്ധിച്ച ചിലപ്പോ അച്ഛനും അമ്മയും വരും. വന്ദനെ മോളെ, നീ പോയൊന്ന് നിർബന്ധിച്ച അവർ തീർച്ചയായിട്ടും വരും. വർക്ക്ഷോപ്പിൽ പോയി അവര് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. പക്ഷേ അതിന്റെ പേരില് അച്ഛൻ വർക്ക്ഷോപ്പ് പണി അവസാനിപ്പിക്കുന്നത് എന്തിനാ? വർക്ക്ഷോപ്പ് നടന്നു പോട്ടെ. കൊള്ളാം. ഈ വയസ്സാം കാലത്ത് പണിയെടുക്കാനുള്ള ആവതൊക്കെ ഉണ്ടോ അച്ഛന്? അച്ഛനമ്മമാരെ വേണ്ട രീതിയിൽ പരിപാലിക്കേണ്ടതേ നമ്മുടെ മക്കളുടെ കടമയല്ലേ വന്ദനെ? മക്കൾക്ക് കാണപ്പെട്ട ദൈവങ്ങളാ അച്ഛനും അമ്മയും. അല്ലലൊന്നും കൂടാതെ അവരെ സംരക്ഷിച്ചാലേ നമ്മുടെ മക്കൾക്ക് കോടി പുണ്യം കിട്ടും. 1000 ആനകളെ സൗജന്യമായിട്ട് കൊടുക്കുന്നതിനേക്കാൾ പുണ്യം മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിലൂടെ കിട്ടുമെന്നാ ഓരോ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. ദിവസവും 1000 അഗതികൾക്ക് അന്നദാനം നടത്തുന്നതിനേക്കാൾ മഹത്വം അച്ഛനമ്മമാരുടെ വിശപ്പടക്കുന്നതിലൂടെ കിട്ടുമത്രേ. സമ്മതിക്കുന്നു. ഇതൊക്കെ ചേച്ചിക്ക് ഇപ്പൊ തോന്നാൻ കാരണം പ്രകാശേട്ടനും മനോജും കൂടി അമ്മയെ പങ്കിട്ടെടുത്ത് നരകയാതന അനുഭവിച്ച കാലത്ത് ചേച്ചിയുടെ തത്വജ്ഞാനൊന്നും ഞാൻ കേട്ടില്ലല്ലോ. അത് അന്നത്തെ സാഹചര്യം. ഇപ്പൊ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം. അച്ഛനമ്മമാരെ പറ്റിച്ച് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വത്ത് ആ പ്രകാശം മനോജ് നേടിയില്ലേ? നമുക്ക് കാശിന്റെ വക കിട്ടിയോടി? ഇല്ലല്ലോ. ഇനി അച്ഛൻ ആകെയുള്ള സ്വത്ത് ആ വർക്ക്ഷോപ്പ് നിൽക്കുന്ന ഭൂമിയാ. 1 കോടിയോളം കിട്ടുമെന്നാ കേൾക്കുന്നത്. അതെങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് നമ്മുടെ പേരിൽ വ്യവസ്ഥ ചെയ്യിപ്പിക്കണം. നമുക്കത് വിറ്റ് കിട്ടുന്ന പകുതി പണം വീതം വെച്ചെടുക്കാം. അപ്പോ അതാണ് ചേച്ചിയുടെ പരിപാടി. ചുമ്മാതല്ല, പെട്ടെന്നൊരു അച്ഛനമ്മ സ്നേഹം പൊട്ടിമുളച്ചത്. അതെ, പെട്ടെന്ന് പൊട്ടിമുളച്ച സ്നേഹം തന്നെയാ. ഈ കാര്യത്തില് നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കണം. നീയും ഇപ്പൊ സാമ്പത്തികമായിട്ട് ആകെ തകർന്നു നിൽക്കുവല്ലേ? കിട്ടുന്നത് നമ്മൾ തുല്യമായിട്ട് പങ്കിട്ടെടുക്കുന്നു. എന്താ, സമ്മതമല്ലേ?